ദൈവമക്കൾ ലോകത്തിൽ നിന്നും വേർതിരിവുള്ളവരായി ജീവിക്കണം എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. ലോകം നമ്മൾക്ക് യോഗ്യമല്ല. എല്ലാ തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പഴിക്കും. ഇത്തരത്തിലുള്ള വാചകങ്ങൾ യേശുവിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിയും. എങ്കിലും യേശു പറയുകയാണ്, ലോകം യോഗ്യമല്ലെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ പാത പിന്തുടരുകയും. അതെ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത് കാണുവാൻ കഴിയും. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അതെ, നാം ദൈവമക്കളായി തീരണമെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്ന വ്യവസ്ഥ എന്താണ്? ഒന്ന്, കർത്താവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. രണ്ടാമതായി, അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനം ഏൽക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം. മൂന്നാമതായി, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാകുക. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. നാലാമത്തെ ഭാഗമാണ് നാം ഇവിടെ ചിന്തിച്ചത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിന് നിഷ്കളങ്ക മക്കളാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും ഉപേക്ഷിച്ച് അനിന്യരായി ജീവിക്കുക, പരമാർത്ഥതയുള്ളവരായി തീരുക, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി തീരുക. ഒരുപക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായി നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ ദൈവവചനം പറയുകയാണ്, നാം അനന്യരായി ജീവിക്കുക, പരമാർത്ഥികളായി ജീവിക്കുക, ദൈവത്തിന് നിഷ്കളങ്ക മക്കളായി തീരുക. അതെ, ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രിയ മക്കളെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ദൈവത്തെ അനുസരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ നിലനിർത്തുന്നവരും ക്രിസ്തുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമായി ജീവിക്കേണ്ടുന്നത് ആവശ്യമുണ്ട്. അതെ, ചെളിയിൽ വളരുന്ന താമര അത് ചെളിക്കുള്ളിൽ വളരുന്നുവെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുന്ന പൂവിൻ്റെ മണം വളരെ മനോഹാരിതയുള്ളതാണ്. ആരും ആകർഷിക്കത്തക്കവണ്ണം സ്വാധീനമുള്ളതാണ്. മാത്രമല്ല, വെള്ളത്തിൽ വളരുന്ന താമരയുടെ ഇല ഒരിക്കലും വെള്ളം പിടിക്കുന്നില്ല. അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകവും ലോകത്തിലുള്ളതും നമ്മെ സ്വാധീനം ചെലുത്തുവാൻ ഇടവരാതെ ദൈവകൃപയിൽ നാം വിശ്വസ്തരായി ജീവിക്കുവാൻ തയ്യാറാകണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അതെ, പിറുപിറുപ്പുകൾ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.